ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടുന്നുണ്ട്, ഓട്ടോ പൈലറ്റോ എന്താ പറയുന്നത്. അങ്ങനെ ടാക്സിയൊക്കെ അബുദാബി കണ്ടെന്നൊക്കെ പറഞ്ഞ് ബ്ലോഗൊക്കെ പലയിടത്തും ഉണ്ട്. ടാക്സി ഡ്രൈവർ ഇല്ലാതെ ടാക്സി കാറ് ചന്ദ്രനിൽ പോകുന്നു, മാസിൽ പോകുന്നു, റോക്കറ്റ് വിടുന്നു, ഭയങ്കര റഡാർ സിസ്റ്റം, എന്തൊക്കെയാ GPS, ഈ ഫോണ്, എന്തെല്ലാം ടെക്നോളജി. ഒരു 10-30 വർഷമായിട്ട് ഭയങ്കര പരിപാടി നടക്കുന്നത്. 30 അല്ല, 30 വർഷമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച് കൂട്ടുക. റോബോട്ട്സ്, ഇപ്പൊ AI, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വെച്ച് നോക്കിയാലേ എല്ലാ ടെക്നോളജിയും നോക്കണം കേട്ടോ. ഇത് മാത്രമല്ല, മെഡിക്കൽ സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ, ഇതിനകത്തൊക്കെ ഭയങ്കര റെവല്യൂഷണറി സംഭവങ്ങളൊക്കെ നടക്കുന്നു. പല രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതിന് വേറെ അവർ പറയുന്ന പല പ്രശ്നങ്ങൾ എന്തോ ആവും. എന്നാൽ ഒന്ന് ആലോചിക്കേ, ഈ കാറും ബൈക്കും വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഇത്രയും മനുഷ്യർ മരിക്കുന്നു, ആക്സിഡൻസും അല്ലാതെ തട്ടുമുട്ടുമായിട്ട് മനുഷ്യന് ഒരുപാട് ദുരന്തങ്ങൾ. റോഡൊക്കെ ആണെങ്കിലും കണ്ടില്ല, ഇവിടെയൊക്കെ റോഡും പോയി. എല്ലാം ലോകമെമ്പാടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടികളിൽ ഒരു സെൻസർ, പല സെൻസേഴ്സും ഉണ്ട്. പക്ഷെ ഈ വണ്ടി തമ്മിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻസറും ഓട്ടോമാറ്റിക് സഡൻ ബ്രേക്കിംഗ് ഒന്നും വേണ്ട. ഒന്ന് സ്പീഡ് കുറയ്ക്കുമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്തിരി പരിപാടികൾ വോൾവോയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്ടൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് ഇനി വരാൻ പോകുന്ന വണ്ടിയിലൊക്കെ ചിലപ്പോൾ അതൊക്കെ കാണും. പക്ഷെ ഇത്രയും നാളെടുത്തിട്ടും ഇത്രയും പരിപാടി മനുഷ്യൻ കാണിച്ചിട്ടും ഇങ്ങനെ സാധനം വെക്കാതെ, അല്ലെ ഇത് കണ്ടുപിടിക്കാതെ, സീറ്റ് ബെൽറ്റ്, മറ്റേ എയർ ബാഗ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വണ്ടി നിർത്തിയിട്ടൊക്കെ വേണം ഊരിയിടാം അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ഭയങ്കര ബഹളവും. അതോ ഇതൊക്കെ ഇട്ടില്ലെങ്കിലോ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ ഭയങ്കര പെറ്റി എല്ലാം കിട്ടും. ഈ സാധനം സെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം? ഇപ്പൊ ഓട്ടോമാറ്റിക് കാർ ഉണ്ടല്ലോ, അതെങ്ങനെയാ ഓടുന്നത്? എന്താ ഈ അങ്ങനെ വണ്ടി ഇടിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. വണ്ടി റിപ്പയർ, അതിനകത്ത് പെയിന്റ് ഉണ്ട്, സ്പെയർ പാർട്സ് ഉണ്ട്. ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചികിത്സയുണ്ട്. ഹോസ്പിറ്റലിൽ ആജീവനാന്തരം കടന്നു പോയാൽ ഒരുത്തനെ നിരന്തരം ഒരു ഉപഭോക്താവായിട്ട് മരുന്നിന്റെയും ഈ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾക്ക് കിട്ടുന്നില്ല. ഇന്ത്യയിലൊക്കെ ലക്ഷറി ആണ് മറ്റേ ഇത് എയർ ബാഗ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ സാധനം ചോയ്സ് ആക്കി, വേണം, അതാ പറഞ്ഞേ, വേണമെങ്കിൽ വേണമെങ്കിൽ വെച്ചോ അല്ലെങ്കിൽ വേണ്ടെന്ന്. അതെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും എയർ ബാഗ് ഇല്ലാത്ത വണ്ടികളാണ്. മറ്റേ സുസുക്കിയുടെ ഒക്കെ വണ്ടികളാണ്. അതെ, മാരുതി സുസുക്കി ഓൾട്ട, എന്ത് എയർ ബാഗ്, കൊച്ചൊരു വണ്ടിയും എവിടെ നിന്ന് വന്ന് ആര്. ഇത് ഈസി ആയിരിക്കും ചിലപ്പോൾ. ഇത്രയും ടെക്നോളജി വെച്ച് നോക്കിയാൽ ഈ റോക്കറ്റ് ഒക്കെ അങ്ങ് പറന്ന് പോകുന്നുണ്ട്, ഓട്ടോ പൈലറ്റിൽ പ്ലെയിനൊക്കെ പറക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഇതിങ്ങൾ തമ്മിലിടിക്കുന്ന സ്ഥലത്താണ് പ്രശ്നം. ഈ ചെറിയ വണ്ടികളില്ലേ, ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ ഓൾട്ടോ പോലത്തെ 800 പോലത്തെ വണ്ടികളൊക്കെ സിറ്റി റൈഡിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമം ഉണ്ടല്ലോ. അല്ലാതെ ഇത് ഹൈവേയിലോട്ടൊന്നും ഇറക്കരുത് ഈ വണ്ടി. കാറ്റടിച്ച പറന്നു വിടും. ട്രെയിലർ മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ ലോറി പോലത്തെ സാധനം അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അനങ്ങും. ഗൾഫിലൊക്കെ പോട്ടെ, ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചെറിയ വണ്ടിയൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇത്രയും കോടിക്കണക്കിന് മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ വാഹനത്തില് ഈ ഒരു സെൻസറും ഓട്ടോമാറ്റിക് ഒരു ബ്രേക്കിംഗ് സിസ്റ്റവും എന്നേ ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ചാൽ ഒരുപാട് പണ്ട് പറ്റുവാന്ന്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി അന്ന് പറ്റുമെന്ന് വേണേൽ പറയാം. ഇത് ചെയ്യാതെ ഇങ്ങനെ എന്നും ഇടിയും തട്ടും മുട്ടും റിപ്പയർ പോയി മനുഷ്യർ കിടന്ന് കഷ്ടപ്പെടുക. എന്നാൽ ഇത് വെച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മാനുവലി ബ്രേക്ക് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ഒരു സാധനം അപ്ലൈ ചെയ്യുന്നത് എന്തെങ്കിലും വെച്ച് ചെയ്താൽ പോലും ഈ സീറ്റ് ബെൽറ്റിന്റെയും ഈ എയർ ബാഗിന്റെ എല്ലാം പൈസയും കഴിഞ്ഞ് വേറെ പല ഇത്രയും റിപ്പയർ മെയിൻ്റനൻസിന്റെയും ഈ പൈസയൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ഉപഭോക്താവിന് ചിലപ്പോൾ ലാഭം ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എത്ര ലക്ഷം മുടക്കണോ അത്ര ലക്ഷം മുടക്കുന്നതായിരിക്കും. ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ, ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പൈസ എല്ലാം എത്ര കോടി വണ്ടി ഇറങ്ങി അകത്ത് നിന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല, അത് ചെയ്യത്തുമില്ല. ഇനിയിപ്പോ പറ്റും. ഇനിയിപ്പോ ഇത്രയും വണ്ടി മൊത്തത്തിൽ ഓടാൻ തുടങ്ങിയാൽ പിന്നെ അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പോഴത്തേന് എന്താ പറയാ, ഒരുപാട് പേരിപ്പോ കിടന്നും പോയി മരിച്ചും പോയി. ഒത്തിരി പേരുടെ പൈസ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ കേരളയിൽ എന്നൊക്കെ പറഞ്ഞിരിപ്പില്ലേ, അത് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരൊക്കെ ഫ്ലൈയിങ് ടാക്സീസ് ഒക്കെ വരാൻ പോകുന്നെന്ന് പറയുന്നത് കേട്ടു. ആ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യാം. പറന്ന് കളിക്കുന്ന എയറിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ടൈം ലാഭം. അവരവരുടെ വണ്ടിയെ പറന്നോളും, ഒരു പ്രശ്നമില്ല. എവിടെയും കൊണ്ട് ലാൻഡ് ചെയ്യാം. അതാ വേണ്ടത്. ടാക്സി ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും കൊടുക്കാം. ആംബുലൻസ് എല്ലാം എയറിലായി കഴിഞ്ഞാൽ ഈസി, അത് തമ്മിൽ ഇടിക്കത്തില്ല. അതിന് അങ്ങനത്തെ സെൻസറൊക്കെ ഉണ്ട്. മാത്രമല്ല ഒത്തിരി സ്പേസ് ഉണ്ട് മുകളിൽ. മനസ്സിലായോ? ഇതുപോലെ ഒരു റോഡിൽ കൂടെ ലൈനായിട്ടല്ലോ പോകുന്നത്, നേരെ അത്രയും സ്ഥലമാണ് കിടക്കുന്നത്. ഈ മനുഷ്യൻ 700 കോടി മനുഷ്യരും എയറിലോട്ട് ഇറങ്ങിയാൽ വലിയ സംഭവമൊന്നുമില്ല. 700 കോടി ആൾക്കാർക്കും എയറിൽ അങ്ങ് വരെ കിടക്കും സ്ഥലം. കാണാനൊക്കെ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ച് പേർക്ക് അത്രേ ഉള്ളൂ, ഇടിക്കത്ത് പോലും ഇല്ല.
അത്രയും പേരും പറന്ന് കളിക്കാൻ വേണം. എന്തോരം സ്ഥലം ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി ഈ മാതിരി പരിപാടിക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. ആദ്യത്തെ എന്താ പറയാ ഡ്രോൺ സിറ്റി അല്ല ഡ്രോൺ സ്റ്റേറ്റ് കേരള എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഒരു ടാക്സി ഇറക്കുന്ന ആദ്യം ഇവിടെ മൊത്തം 4 പേർ ഒരു 100 എണ്ണമോ 1000 എണ്ണമൊക്കെ അങ്ങ് ഇറക്കണം ആ കേരളിന് പകരം. സമയം ലാഭിച്ചു, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആണ്. മുന്നോട്ട് ഇനി അതൊക്കെ ആയിരിക്കും. ആ ലാഭിക്കുന്ന സമയം മതി ആ ട്രെയിനിന്റെ ചെലവ് മൊത്തം നമുക്ക് നേരത്തെടുക്കാം. സാധനം മേടിക്കുന്നതിൽ നോക്കണ്ട, ആ ടൈം സേവ് ചെയ്യുന്നതും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡൊക്കെ വെച്ച് നോക്കിയാൽ എന്തുകൊണ്ടും നല്ലത് ഇനി അതൊക്കെ ആയിരിക്കും. ഒരുപാടെണ്ണം വേണ്ടി വരും. സിമ്പിളാ പരിപാടി. മറ്റേത് ഓടിക്കുന്നതിന്റെ മെയിൻ്റനൻസും ഇതിന്റെ മറ്റേ സെറ്റപ്പ് ഉണ്ടാക്കലും സ്റ്റേഷനും വഴിനീളെ പില്ലറിട്ട് നാട്ടുകാരുടെ നെഞ്ചത്തോടെ ഒന്നും കയറണ്ട. ഇത് മുകളിൽ കൂടെ അങ്ങ് മറന്നു നോക്കോളൂ. ആരുടെയും പറമ്പിന്റെ മുകളിൽ കൂടെ പോകുന്നതിന് ആർക്കും കുഴപ്പമൊന്നുമില്ല. ഈ പറമ്പിൽ കൂടെ പോകുമ്പോഴാണ് പ്രശ്നം. അത് ഒഴിവായി കിട്ടും. കുറച്ച് കഴിയുമ്പോൾ റോഡൊന്നും കാണത്തില്ല, അത് വേറെ കാര്യം. റോഡിൽ കൂടെയുള്ള സഞ്ചാരം മറ്റേ കാളവണ്ടി പോകുന്ന പോലെ തോന്നും. മുകളിൽ കൂടെ പറക്കുന്നവർക്ക് കാറ് ഓടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞു ഈ നിലത്തൂടെ ഓടുന്ന വാഹനങ്ങൾ നിൽക്കും. ഇപ്പൊ അത് ഏകദേശം ആയി വരുന്നു. ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരുപാട് പേർക്ക് ഇത് മേടിക്കാനും പറ്റും. എല്ലാ സിറ്റികളിലും ആവും. അപ്പൊ ഇവിടെ കേരളിന്റെ പണി തീരുമ്പോഴത്തേക്കിന് ആ റെയിൽ മാത്രം ഉണ്ടാവും നിലത്തൂടെ ഓടുന്നത്. ബാക്കി എല്ലാവരും ഏറെ കൂടെ ആയിരിക്കും. അതിലും വേറെ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാകട്ടോ, അല്ലാതെ വേറൊന്നും വിചാരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സെൻസർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വണ്ടി ഇതങ്ങ് ഒഴിവായി കഴിഞ്ഞാല് സെൻസറിന്റെ കാലം കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇച്ചിരി താമസിച്ചു പോയി ജനിക്കാനും അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാനും. എന്നെ പോലുള്ള ഒരാള് എന്തല്ലേ അതായത് നടന്നില്ല. അത് പോട്ടെ, ഞാൻ ക്ഷമിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ അങ്ങ് ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമ്മളത് നേരത്തെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല. നാടിന് വേണ്ടി ഞാനിനി ഡ്രോണിനെ പറ്റി ചിന്തിക്കാം. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മാക്സിമം പരിപാടികൾ ചെയ്യാം. പക്ഷെ മുഖ്യമന്ത്രി ആകാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ അടുത്ത ഇലക്ഷന് മത്സരിക്കാം. നമുക്ക് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഏതായാലും ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ഡലം തിരുവല്ല. ഈ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. ഇതിനടിയിൽ ഞാൻ വോട്ട് ചെയ്യുന്നു അടിച്ചു വെച്ച് അല്ല വേണ്ട, മെസ്സേജറി നമ്പർ ഇട്ട് വെച്ചേക്ക്. തിരുവല്ല മണ്ഡലത്തിലുള്ളവർ ശ്രദ്ധിക്കുക. ഇലക്ഷൻ മത്സരിക്കും. പാർട്ടിയൊന്നുമില്ല, ചുമ്മാ മത്സരിക്കുക. പ്രചരണ പരിപാടികളുമായിട്ട് ഈ വർഷം തൊട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ഏത് പാർട്ടിയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. പിന്നെ ഏതാണ് ഭരണം, ആർക്കാണോ അവരോടൊപ്പം പ്രവർത്തിച്ച് നാട് നന്നാക്കുക. നാട്ടിലെ മനുഷ്യരുടെ നന്മയ്ക്കും സമൃദ്ധിക്കും തിന്മയ്ക്കും നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാവിധ എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ പറയുകയാണ്. സത്യമേവ ജയഹേ, ജനതയെ സത്യം എന്താണേലും മൂടി വെക്കാൻ പറ്റത്തില്ല എന്നെല്ലാം ഞാൻ പറയുകയാണ്.